താരങ്ങളുടെ ശബ്ദമാണ്. സിനിമാ നടന്മാര്. ആ ഓ എന്നാ സിനിമാ നടന്മാരെ അവതരിപ്പിക്കും. ആദ്യമായി വില്ലൻ ജോസ് പ്രകാശ്. ഓ ജോസ് പ്രകാശ് കേട്ടോളോ. ഹലോ മിസ്റ്റർ രാജൻ, ടൈഗറിനെ അന്നൂറ്റഞ്ഞൂറ് വീട്ടിലെ കുഞ്ഞുങ്ങൾ ഒരുപാട് പഠിപ്പിച്ചു. എന്നെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്റെ ഇതിനായിരിക്കും അവസ്ഥ. ഹാപ്പി വിഷു. നടൻ ലാലു അലക്സിന്റെ ശബ്ദം. ലാലു അലക്സ്. ആ നമ്മളെ ലാലു അലക്സ് അവതരിപ്പിക്കാം, എല്ലാവർക്കും അറിയാം. അതെ. ഹലോ, വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ ബൽറാം? താൻ എന്ത് തോന്നിയാസാടേ പറയുന്നേ? എടാ നായിന്റെ മോനെ, നീന്റെ പെങ്ങളെ കല്യാണം മുടക്കി. നിന്നെ ഞാൻ വെറുതെ വന്നിരിക്കണ്ട. ആ പിന്നെ അടുത്തത് സമയമില്ല വേ അവതരിപ്പിക്കും. அந்த பொண்ணு சேர்த்துக்கிறோம். சன்னச்சா 100 ദിവസം കോളേജ് പോയില്ലാന്ന് വെച്ച് കോളേജ് ആരും എടുത്തോണ്ട് പോകുന്നില്ല. പക്ഷേ കോപ്പി പന്നി ഇറങ്ങിന്ന് കേട്ടാ സന്നച്ചാ പോയില്ലെങ്കിൽ പന്നി പേര് ആമ്പിള്ളേർ എടുത്തോണ്ട് പോകും. വെറുതെ പിന്നെ കാണാം. അടുത്തത് സാർ ഇനി സുകുമാരന്റെ ശബ്ദം. സുകുമാരൻ, നമ്മളെ സുകുമാരൻ അവതരിപ്പിക്കാം. ഇന്ദ്രയത്തിന്റെ ഒക്കെ എന്നിട്ട് ചോദ്യം വേണ്ട, അവിടെ നിന്ന് പറയാം. സോറി അമ്പളി അവിടെ കുടിക്കാൻ ചായയോ കാപ്പിയോ എന്റെ മോനെ തോമാ ചായോ? വരട്ടെ. അടുത്ത സാർ ഭീമൻ രഘു. ഭീമൻ രഘു. ആ എന്നാ അവതരിപ്പിക്കാം. നല്ല അടിപൊളി ഭീമൻ രഘു. ഭരണം മിസ്റ്റർ ഇന്ത്യൻ. ഈ പാല പൂങ്കോര പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ്ങ് കണ്ണൂർ കോട്ടമൈതാനം വരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയതാ. കുറെ കാലമായിടാ കയ്യും കാലും ഒക്കെ നനക്കിയിട്ട് കൊണ്ടുപോടാ അവളെ. അടുത്തത് സഹനടൻ ശ്രീനിവാസന്റെ ശബ്ദം. ഓ നമ്മുടെ ശ്രീനിവാസൻ, മകനെ സ്റ്റാറാക്കി നടത്തുന്ന ആ ശ്രീനിവാസൻ. അച്ഛനും സ്റ്റാറാണ്. അവതരിപ്പിക്കും. അമ്മാമ്മേ ശോഭേ, എന്തൊക്കെയായിരുന്നു നിന്റെ പെർഫോമൻസ്? കോഴിയെ കൊണ്ട് മുട്ടയെടുക്കുന്നു, നേന്ത്രപ്പഴം പുഴുങ്ങുന്നു. എന്നാ പിടിച്ചോ, കൊണക്കിട്ട കോഴി കൂളക്കോഴി മൂന്നാംകുന്നില് നീ കേട്ടോ. അടുത്തായിട്ട് നെടുപിടി വേണു. ഓ നെടുമുടി വേണു. അവതരിപ്പിക്കും. എന്താ ഇത്? താനെന്താടോ ആരും തലയില്ലാതെ സംസാരിക്കുന്നത്? എടോ, ഈ വിഷു എന്നൊക്കെ പറയുന്നത് അത് ഞങ്ങൾക്ക് എന്തൊക്കെ ഉള്ളതാ, അല്ലാതെ മുസ്ലിങ്ങൾക്ക് ഉള്ളതല്ല. എന്റെ ഉണ്ണി, എന്റെ ഓപ്പോള്, എന്റെ കുഞ്ഞാത്തോല് കഴിഞ്ഞ വിഷുവിന് ആറ്റി കൂടെ ഒഴുകി പോകുന്നത് നോക്കി നിന്നവനാ ഞാൻ. എന്റെ അടുത്ത തന്റെ ഒരു സാറിന് മീശമാധനോട് സൂപ്പറായിട്ട് ഇന്ദ്രയത്തിന്റെ ശബ്ദം. മീശന്മാതിൽ അപ്പൊ ആ കുടുംബത്തെ ചേർത്തിടൂല. അതായാലും അവതരിപ്പിക്കും. സമയമല്ല, നമുക്ക് വേറെ കലാകാരന്മാർ വരാനല്ലേ. അച്യുത് നമ്പൂതിരി സ്റ്റേഷനിലോട്ട് ചെല്ലും, നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാം. എന്താടാ നിന്റെ പേര്? നിന്റെ ആ മീശ നിവർക്ക് ഞാനൊന്ന് കാണട്ടെ. നാളെ നമ്മൾ കാണുമ്പോഴേ ഈ മീശുരണ്ടായിരുന്നു വടിച്ചേച്ചം വന്നേക്കണം. ക്ലെയിം ഷെയ്ം മനസ്സിലാടാ. അടുത്തതായി MS തൃപ്പൂണിത്തറ. ആ ചേറ്റം പാറപ്പുറത്ത് കല്ലെടുത്താണ്ടാണ് ആ ശബ്ദം. അവതരിപ്പിച്ചെടുത്തു. മംഗലശ്ശേരി തറവാടെന്ന് പറഞ്ഞ ആരും അറിയും. പത്താന് അതിനടുത്ത് ആനപ്പിണ്ടുള്ള തറവാടാ. പിന്നെ ഈ കഴുത കുതിര എന്ന് പറഞ്ഞ സകലതുണ്ട്. പിന്നെയുള്ള വ്യക്തികൾ എന്താന്ന് വെച്ചാ ഈ കഴുതയ്ക്കും കുതിരയ്ക്കും മനുഷ്യനൊക്കെ ഒരു വീട്ടിൽ ആഹാരം. ഈ പറഞ്ഞ തറവാടിക്കും. അടുത്തത് സാറ് അത് സംവിധായകന്റെ ശബ്ദമാണ്. സംവിധായകന്മാർക്ക് എത്തില്ലേ? അന്ന് അവതരിപ്പിക്കാം. മീശമാധവന്റെ ക്ലാസ്മേറ്റ് എന്ന സിനിമയിലൊക്കെ ലാൽ ജോസ്. അവതരിപ്പിക്കും. അത് എന്താന്ന് വെച്ചാല് ഞാനും ദിലീപും കൂടി ചേർന്നാണ് ഞങ്ങള് ഭീഷ്മവാദം അവതരിപ്പിച്ചത്. അത് വളരെ വിജയമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാന് ദിലീപിന് വെച്ച് തന്നെ രസികൻ ചെയ്തു, അത് പൊട്ടി. പിന്നെ മുല്ല ചെയ്തു, അതും പൊട്ടി. പിന്നെ പൃഥ്വിരാജിനെ വെച്ച് ക്ലാസ്മേറ്റ് ചെയ്യുക നല്ല വിജയമായിരുന്നു. പിന്നെ ഇതിപ്പോ നിങ്ങൾ മനസ്സിലായി കാണും, ഒരു സിനിമയില് പിന്നിലുള്ള ബുദ്ധിമുട്ട് വീണ്ടും അടുത്ത വെച്ചേക്കാണ് ഗുഡ് ബൈ. പൂജപ്പുര രവി. അത് ചെയ്ത് പൂരിയ ഒരു നടനാണ് സാർ. നടന് പൂജപ്പുര രവി. എന്നാ അവതരിപ്പിക്കാം. അയ്യോ, ഇനി പൊന്നു സാർ മതി, ഇനി ഒന്നും ചെയ്യില്ല സാറ്. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ഇനി ഒന്നും ചെയ്യില്ല സാറ്, ഞാൻ പോട്ട് സാറ്. അയ്യോ